guys, welcome to my YouTube channel Mom with a Cam. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ മോംസിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു ന്യൂ മോമാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഏത് ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സാണ് മേടിക്കുക, ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും കുഞ്ഞിൻ്റെ സ്കിന്നുമായിട്ട് സെറ്റായി പോവുക എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനോടും അവരുടെ സജഷൻസ് ചോദിക്കുകയും അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയും യൂട്യൂബ് വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങളിവിടെ അബുദാബി മുസഫയിലുള്ള ക്യാപിറ്റൽ മോൾ ലുലുവിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ഒരുപാട് ബ്രാൻഡിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഇരിപ്പുണ്ട്. എഗെയിൻ കൺഫ്യൂഷനായി, ഏതെടുക്കും, ഏതായിരിക്കും കുഞ്ഞിൻ്റെ സ്കിന്നുമായിട്ട് സെറ്റ് ആവുക, നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ വെച്ചുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഇരിപ്പുണ്ട്. ലാസ്റ്റ് ഞങ്ങൾ ഒരെണ്ണം ഫിക്സ് ചെയ്തു. സെബാമെഡിൻ്റെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു. അതായത് വൈപ്സ് എടുത്തു, പിന്നെ ബോഡി ലോഷൻ, ബോഡി വാഷ്, ഡയപ്പർ ആഷ് ക്രീം, ഷാംപൂ, മസാജിങ് ഓയിൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുഞ്ഞിന് ഈ സെബാമെഡിൻ്റെ ലോഷനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. കുഞ്ഞിനൊരു 2-3 വീക്സ് ആയപ്പോൾ അതിൻ്റെ സ്കിന്നിൽ ഒരുപാട് ആക്നീസ് വരാനായിട്ട് തുടങ്ങി. അതുപോലെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും തുടങ്ങി. അടുത്ത ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കാതെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനോട് ഞങ്ങളുടെ കൺസേൺസ് പറഞ്ഞു. ഇങ്ങനെയാണ് കുഞ്ഞിൻ്റെ സ്കിന്നിൽ ഒരുപാട് ആക്നീസ് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്, ലോഷൻ യൂസ് ചെയ്താലും ഭയങ്കരമായിട്ട് ഡ്രൈനെസ് കൂടുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സെബാമെഡ് മാറ്റുക, എന്നിട്ട് സെറ്റാഫിൽ യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ സെറ്റാഫിലിൻ്റെ ബോഡി വാഷും അതുപോലെ തന്നെ ബോഡി ലോഷനും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റാഫിൽ യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ആ ആക്നീസ് മാറാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ആ ഡ്രൈനെസ്സും മാറി സ്കിന്ന് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആശ്വാസമായി, ഓക്കെ ഇനി കുഴപ്പമില്ലല്ലോ, ആ ഒരു ഇഷ്യൂ അങ്ങ് മാറി. സെബാമെഡിൻ്റെ ബോഡി ലോഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ pH ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നുണ്ട്. ഡ്രൈ സ്കിൻ അല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സെബാമെഡ് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. എത്ര നമ്മൾ ലോഷൻ യൂസ് ചെയ്തിരുന്നാലും ആ ഡ്രൈനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സെറ്റാഫിലിൻ്റെ ബോഡി ലോഷൻ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്കിന്ന് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിലും സെയിം പ്രോ വൈറ്റമിൻ B5 പിന്നെ വൈറ്റമിൻ ഇ, ഷിയ ബട്ടറൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. സെറ്റാഫിൽ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞങ്ങൾ സെറ്റാഫിലിൻ്റെ ബോഡി വാഷും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമുമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. സെറ്റാഫിലിൻ്റെ ബോഡി വാഷാണിത്. ഇതിൽ ഗ്ലിസറിൻ ആൻഡ് പ്രോ വൈറ്റമിൻ B5 ആണുള്ളത്. ഇത് തന്നെയാണ് ഷാംപൂ ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഷാംപൂ സെപ്പറേറ്റ് ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുണ്ട് ജെൻറ്റിൽ വാഷ് ആൻഡ് ഷാംപൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷാംപൂ ആയിട്ടും ബോഡി വാഷുമായിട്ടും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സെറ്റാഫിൽ ആയിരിക്കും ബെസ്റ്റ്. നോർമൽ സ്കിന്നാണ്, വേറെ കുഴപ്പങ്ങളില്ല എന്നുണ്ടെങ്കിൽ സെബാമെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ന്യൂ മോംസിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ട്രൈക്ക് നിൽക്കാതെ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോവാം. നിങ്ങളുടെ കൺസേൺ ഡോക്ടറിനോട് പറയുക. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ തരും. ഈ പ്രൊഡക്റ്റ് മാറ്റി ഈ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യൂ എന്ന് ഡോക്ടർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷനും അങ്ങ് മാറും. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവമാണ്. ഞങ്ങൾക്ക് സെബാമെഡ് യൂസ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സെറ്റാഫിലോട്ട് മാറിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.